കോമ എന്ന വാക്കിന്റെ മലയാള പദം അങ്കുശം. ഒരു പ്രസിദ്ധമായ രണ്ട് വരികളുണ്ട്. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിപ്പൂഞ്ഞ. ചങ്ങമ്പുഴയുടെ ബാഷ്പാഞ്ജലി എന്നുള്ള കവിതയിലാണ്. അങ്കുശമില്ലാത്ത ചാവല്യമേ നിന്നെ മണ്ണിൽ അങ്ങനെ എന്ന് വിളിപ്പൂഞ്ഞ. ഈ കാലത്ത് കാണാനാണ് ചങ്ങമ്പുഴ അത് എഴുതിയിരുന്നെങ്കിൽ സ്ത്രീകളെല്ലാം കൂടി തല്ലിക്കൊന്നേ ചങ്ങമ്പുഴ. അത് മാത്രമല്ല, അതിന് അടുത്ത രണ്ട് വരികളാണെങ്കിൽ അതിലും കടുപ്പേറിയതാ. നാരികൾ നാരികൾ വിശ്വവിഭവത്തിന്റെ നാരായ വേരുകൾ നാരകീയാഗ്നികൾ. അതാണ് അടുത്ത രണ്ട് ലൈൻസ്. നാരികൾ നാരികൾ വിശ്വവിഭവത്തിന്റെ നാരായ വേരുകൾ നാരകീയാഗ്നികൾ. ഇന്നെങ്ങാനും ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അപ്പൊ അതിലെ ആ അങ്കുശം എന്നുള്ള ആ വാക്ക് അത് എല്ലാം യോജിപ്പിക്കുന്നത്. ചാവല്യങ്ങളുടെ അങ്കുശമില്ലാത്ത ഒരു ഒരു ഒഴുക്കാണ് സ്ത്രീ എന്ന് പറയുന്നത്. അത് ഞാൻ ഓർത്തു. അത് ഇംഗ്ലീഷിലെ ഹാംലെറ്റിലെ ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ എന്നുള്ള ആ ഒരു സെന്റൻസിന്റെ ഒരു ആശയം കടമെടുത്തതാണെന്ന് തോന്നുന്നു ചങ്ങമ്പുഴ. എന്തായാലും ആ അങ്കുശത്തിന്റെ കോമയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഈ നോവലിന്റെ ഉള്ളടക്കം എനിക്കറിയില്ല. ഏതായാലും സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിൽ ഉരുണ്ടുകൂടിയ ചിന്തകളുടെ ആവിഷ്കാരമായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ശ്രീ വിനോദ്. അവിടെ അദ്ദേഹം ഒരു IT സ്ഥാപനം നടത്തുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി റീനയും. ഏതായാലും ആ തിരക്കിനിടയിലും ഇതുപോലെ ഒരു നോവൽ എഴുതാൻ സമയം കണ്ടെത്തിയ വിനോദിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി കൂടുതൽ ഇതുപോലെയുള്ള സർഗസൃഷ്ടികൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഈ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് കൈയടിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഇത് കൊണ്ടുപോയി വായിക്കുമ്പോഴാണ് അതിന്റെ ഈ സമ്മേളനത്തിന്റെ അർത്ഥം പൂർണ്ണമാവുക. ഈ കൂടിച്ചേരലിന്റെ മാധുര്യം ഇരട്ടിക്കുക. എല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ശ്രീ വിനോദിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.